Hi students, Assalamu alaikum. Welcome back to the new session of our class. Yesterday we discussed browser object model and its usage in our program. Today we discuss one of the most important aspect of JavaScript. It's an event-driven programming language. First of all, we know about the event. What is an event? An event is an action that is fired or initiated within a web page. It may be a mouse click on a button or an image that has loaded or something like that. An event is an action that is initiated within the web page. Events usually occur as a result of human interaction with the browser. Sometimes loading a document, entering form information, form being submitted, etc. are the examples of events. In JavaScript, we have a facility to handle these types of events. That is called event handlers. Event handler is a simple JavaScript functions and we can attach by using element.onEvent equal to event handler. In this way, we can attach the event handler in our web page. Event handler എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് എഴുതുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും, എങ്ങനെ അത് കോൾ ചെയ്യും എന്നൊക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങനെ ഒരു ഇവൻറ്റ് ഹാൻഡ്ലറിനെ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യുക. ഇവൻറ്റ് ഹാൻഡ്ലർ ഈസ് എ സിമ്പിൾ ഫംഗ്ഷനാണ്. സോ ഇവൻറ്റ് ഹാൻഡ്ലറിനെ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ജാവാസ്ക്രിപ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ഇവൻ്റ് എന്ന് പറഞ്ഞ ഓരോ HTML ടാഗിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. ഓൺ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ചേഞ്ച്, സംതിങ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കർ ചെയ്യുന്ന ഇവൻ്റാണ് ഓൺ ചേഞ്ച്. സിമിലർലി ഓൺ ക്ലിക്ക്, വെൻ വി ക്ലിക്ക് എ മൗസ് ദെൻ ദിസ് ഇവൻ്റ് വിൽ ഒക്കർ. ദെൻ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളൊരു ഫംഗ്ഷൻ എഴുതാം. ഓൺ ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മളത് എന്ത് ചെയ്യണത്, കോൾ ചെയ്യണത്. അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോമിൻ്റെ അകത്തുള്ള ആട്രിബ്യൂട്ട്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് നെയിം ആട്രിബ്യൂട്ട് ഉണ്ട്. ദെൻ ഒരു ആട്രിബ്യൂട്ടും കൂടി ഞാൻ എഴുതിയിട്ടുണ്ട് ഓൺ സബ്മിറ്റ്. ക്യാപിറ്റൽ ലെറ്റർ വേണമെന്നില്ല, എല്ലാം സ്മോൾ ലെറ്റർ ആയാലും വർക്ക് ചെയ്യും. ഓൺ സബ്മിറ്റ് എന്നുള്ളത് എനിക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവൻറ്റ് ഹാൻഡ്ലറിൻ്റെ ഫംഗ്ഷൻ എഴുതാനുള്ള ഒരു ആട്രിബ്യൂട്ടാണ്. സോ അതിൻ്റെ അകത്ത് ഞാൻ എന്തേ സേവ് ചെയ്തിട്ടുള്ളത്, എനിക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഞാനിവിടെ കോൾ ചെയ്തിട്ടുള്ളത് ബിൽട്ടിൻ ഫംഗ്ഷനാണ് അലർട്ട്. ഫോം സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽട്ടിൻ ഫംഗ്ഷനാണ്. ദെൻ നോർമൽ HTML ടാഗ് ഞാൻ വെച്ചിട്ടുണ്ട്, ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ്. ദെൻ ഫോം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെത്തേഡിനുള്ള എക്സാമ്പിളാണ് ഇത് എഴുതിയിട്ടുള്ള. ഒരു ഫോം മാത്രമേ വെച്ചിട്ടുള്ളൂ, അതിൻ്റെ അകത്തൊരു സബ്മിറ്റ് ബട്ടൺ. ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഇവൻ്റാണ് അവിടെ ഒക്കർ ചെയ്യുന്നത്. ആ ഇവൻറ്റിൻ്റെ പേരാണ് ഓൺ സബ്മിറ്റ്. ആ സമയത്ത് എന്ത് ചെയ്യണം അതാണ് ഞാൻ ആ കോഡ്സിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കോളിംഗ് ആൻ അലർട്ട് ഫംഗ്ഷൻ, ഫോം സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലർട്ട് ബോക്സ് വരും. ഈ ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റ് ഹാൻഡ്ലർ രണ്ട് തരത്തിൽ ഇൻവോക്ക് ചെയ്യും. ഒന്ന് യൂസർ ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും, രണ്ടാമത്തെ കേസ് ജാവാസ്ക്രിപ്റ്റ് ഫോമിനെ സബ്മിറ്റ് ചെയ്യുമ്പോഴും. സപ്പോസ് ഞാൻ ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോം നെയിം ഡോട്ട് സബ്മിറ്റ് എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ അപ്പോഴും ഈ ഇവൻ്റ് ഒക്കർ ചെയ്യും. അതല്ല എങ്കിൽ നമ്മൾ സാധാരണ ക്ലിക്ക് ചെയ്യുന്ന സബ്മിറ്റ് ബട്ടണിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്താലും ഈ ഇവൻറ്റ് ഹാൻഡ്ലർ വർക്ക് ചെയ്യും. ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റ് ഹാൻഡ്ലർ ഇത് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് ആണ് നമ്മളുടെ കയ്യിലുള്ളത് നോക്കാം. നമുക്കറിയാം മൗസ് ഇവൻറ്റ്സ്,
മൗസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഇവൻറ്റ്സ്. മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നുണ്ട്, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, മൗസ് ഡൗൺ ചെയ്യുമ്പോൾ, മൂവ്, മൗസ് ഔട്ട്, മൗസ് ഓവർ, മൗസ് അപ്പ്, സ്ക്രോൾ. ഇതെല്ലാം മൗസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഇവൻറ്റ്സ് എല്ലാം. ഇത് ഹാൻഡിൽ ചെയ്യാൻ ഇതിൻ്റെ പ്രിഫിക്സ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഓൺ ക്ലിക്ക്, ഓൺ DB ക്ലിക്ക്, ഓൺ മൗസ് ഡൗൺ, എക്സിട്ര. ദെൻ ഇൻ്റർഫേസ് ഇവൻറ്റ്സ്. സംടൈംസ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ എന്തെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ചേഞ്ച് ഇവൻ്റാണ് ഒക്കർ ചെയ്യുന്നത്. അത് ഹാൻഡിൽ ചെയ്യാൻ ഓൺ ചേഞ്ച്. ചില സമയത്ത് വെബ് പേജ് ലോഡ് ചെയ്യാണ്, അപ്പോൾ ഒക്കർ ചെയ്യുന്ന ഇവൻ്റാണ് ലോഡ് ഇവൻ്റ്. വെബ് പേജ് നമ്മൾ ക്ലോസ് ചെയ്യണം, അപ്പോൾ ഒക്കർ ചെയ്യുന്ന ഇവൻ്റാണ് അൺലോഡ്. ദെൻ സബ്മിറ്റ് ബട്ടൺ റീസൈസ് ചെയ്യുമ്പോൾ, ഫോക്കസ് ചെയ്യുമ്പോൾ, ബ്ലർ ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള എല്ലാ ഇവൻറ്റ്സും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കറസ്പോണ്ടിങ് ഇവൻറ്റ് ഹാൻഡ്ലേഴ്സ് ഉണ്ട്. ഈ ഇവൻറ്റ് ഹാൻഡ്ലേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഫങ്ഷനായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കീബോർഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കീ അപ്പ്, കീ പ്രസ്, കീ ഡൗൺ. കീബോർഡിൽ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ ഒക്കർ ചെയ്യുന്ന ഇവൻ്റാണ് കീ പ്രസ്. അത് പ്രസ് ചെയ്തതിന് ശേഷം ഒക്കർ ചെയ്യുന്ന ഇവൻ്റാണ് കീ അപ്പ്. സിമിലർലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കർ ചെയ്യുന്ന ഇവൻ്റാണ് കീ ഡൗൺ. മൂന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരേപോലെ തന്നെയാണ് ഫീൽ ചെയ്യുക. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവൻറ്റ് ഹാൻഡ്ലേഴ്സ് ഞാൻ പറഞ്ഞു. ഓൺ ചേഞ്ച്, ഓൺ ക്ലിക്ക്, ഓൺ DB ക്ലിക്ക്, ഓൺ മൗസ് ഡൗൺ, ഓൺ ലോഡ്, ഓൺ സബ്മിറ്റ്, എക്സിട്ര. നമുക്ക് പ്രിഫിക്സ് ആയിട്ട് ഓൺ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവൻറ്റ് ഹാൻഡ്ലേഴ്സ് കിട്ടും. ദെൻ ഈ ഇവൻറ്റ് ഹാൻഡ്ലേഴ്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ്റെ അകത്ത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. നമുക്ക് പ്രോഗ്രാം പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇതൊരു എക്സാമ്പിളാണ്, ഓൺ ക്ലിക്ക് ഇവൻറ്റ് ഹാൻഡ്ലറിൻ്റെ എക്സാമ്പിൾ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു ഫോം ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് മീ എന്ന് പറഞ്ഞൊരു ബട്ടൺ വെച്ചിട്ടുള്ള ഒരു ഫോമാണ്. സബ്മിറ്റ് ബട്ടൺ അല്ല വെച്ചിട്ടുള്ളത്, നോർമൽ ബട്ടനാണ്. ഈ ക്ലിക്ക് മീ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒക്കർ ചെയ്യേണ്ടത് എന്താണ്? ഒരു അലർട്ട് ബോക്സ്. ആ അലർട്ട് ബോക്സിൽ ജസ്റ്റ് ഹലോ. അപ്പോൾ ക്ലിക്ക് മീ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒക്കർ ചെയ്യേണ്ടത് എന്താണ്? ഒരു അലർട്ട് ബോക്സ് ഡിസ്പ്ലേ ചെയ്യലാണ്. സോ ഞാൻ ഓൺ ക്ലിക്ക് എന്നുള്ളതിൻ്റെ അകത്ത് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് അലർട്ട് ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൺ ക്ലിക്ക് ഇവൻ്റ് നടക്കും. സപ്പോസ് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ആംസ്ട്രോങ് ഓർ നോട്ട് ഈ ഫംഗ്ഷൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. അതായത് ദി ഗിവൺ നമ്പർ ഈസ് ആംസ്ട്രോങ് എന്നാണ് വരേണ്ടതെങ്കിൽ നമ്മൾ ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ്റെ പേര് ആംസ്ട്രോങ്ങോ നിങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കണ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ പേര് അവിടെ കൊടുക്കും. ഈ ഫംഗ്ഷൻ എവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും? ജാവാസ്ക്രിപ്റ്റ് കോഡിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യും. അത് നമുക്ക് വഴിയെ കാണാം. അതുപോലത്തെ എക്സാമ്പിൾ ഇത് ഓൺലോഡ് ഇവൻ്റ് ആണ്. ഇതും നിങ്ങൾ ചെയ്ത് നോക്കണം. ഓൺലോഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒക്കർ ചെയ്യുന്നത് നമ്മുടെ വെബ് പേജ് ലോഡ് ചെയ്യുന്ന സമയത്താണ്. സിമിലർലി ഓൺ അൺലോഡ് എന്ന് പറഞ്ഞത് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒക്കർ ചെയ്യുന്ന ഇവൻ്റാണ്. ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഓൺലോഡ്, ഓൺ അൺലോഡ് എന്നുള്ള ഇവൻ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ബോഡി പാർട്ടിൻ്റെ അകത്താണ് ആ ഇവൻ്റ് ഹാൻഡ്ലേഴ്സ് കൊടുക്കുന്നത്. ജസ്റ്റ് 2 അലർട്ട് ബോക്സ് വെച്ച് ഓൺ ലോഡ്, ഓൺ അൺലോഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓൺ സബ്മിറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവൻ്റ് ഹാൻഡ്ലർ. ഓൺ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവൻ്റ് ഹാൻഡ്ലർ എങ്ങനെ കൊടുക്കാം? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഫോമിൻ്റെ അകത്താണ് ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റ് ഹാൻഡ്ലർ ഉള്ളത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് റിട്ടേൺ വാലിഡേറ്റ്. വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അത് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഓൺ സബ്മിറ്റിൻ്റെ അകത്ത് വരേണ്ടത്. അതെന്താണ്, അതെന്ത് വേണം എന്നുള്ളത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡിൻ്റെ അകത്ത് ഫംഗ്ഷൻ വാലിഡേറ്റ്, കണ്ടോ, എന്താണ് നമുക്ക് വേണ്ട ഫംഗ്ഷൻ എന്നുള്ളത് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്ത് സപ്പോസ് ഞാൻ ആ ഫോമിൻ്റെ അകത്തുള്ള
ഏതെങ്കിലും ടെക്സ്റ്റ് ബോക്സിനെ വാലിഡേറ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ അത് വാലിഡേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ട്രൂ ഓർ ഫാൾസ് ഓർ സം വാല്യൂ അതായിരിക്കും നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ ഓൺ സബ്മിറ്റ് ഇവൻറ്റ് ഹാൻഡ്ലർ ആക്സസ് ചെയ്യുന്നത്. താങ്ക് യു സ്റ്റുഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.